മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിൽ വയനാട് ദുരന്തബാധിതർക്കായി ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ ചീഞ്ഞു നാറുന്നതായി പരാതി. ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്. ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. വയനാട് ദുരന്തബാധിതർക്കായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിൽ ചീഞ്ഞു നാറുന്നതായി പരാതി. വയനാട്ടിലേക്ക് അയക്കുവാനെത്തിച്ച സാധനങ്ങൾ അയച്ചു നൽകാതെ യാതൊരു സുരക്ഷയുമില്ലാതെ ഇത്തരത്തിൽ കൂട്ടിയിട്ടതും അത് നശിക്കാനിടയായതും വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അനാസ്ഥയാണ് ഇത്തരമൊരു അവസ്ഥയുണ്ടാകുവാൻ കാരണമെന്ന ആക്ഷേപം ശക്തമാണ്. ദുരിതമുണ്ടായപ്പോൾ കൈമീ മറന്നാണ് വയനാട്ടിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും അവശ്യവസ്തുക്കളും ശേഖരിക്കുവാൻ സന്നദ്ധ പ്രവർത്തകരും സാധാരണക്കാരും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത്. തങ്ങൾ നൽകിയ വസ്തുക്കൾ ഇത്തരത്തിൽ നശിച്ചു പോകുന്നത് ഇവർക്കും വേദന നൽകുന്നു. ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ചപ്പോൾ ഇപ്പോൾ അയക്കേണ്ടതില്ല എന്ന് വയനാട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ലഭിച്ചുവെന്നും ഇതിനാലാണ് ഇവ വയനാട്ടേക്ക് അയക്കാത്തതെന്നുമാണ് വിഷയത്തിൽ മഞ്ചേശ്വരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദീഖിന്റെ വിശദീകരണം. വയനാട്ടിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് സാധനങ്ങൾ കളക്ട് ചെയ്തതിന് അത് ഇതുവരെ അവിടേക്ക് എത്തിച്ചിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ട് പറയുന്നത്. അന്നേരം ആ സമയത്ത് ഞങ്ങൾ കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന സമയത്താണ് കളക്ടറിൻ്റെ ഒരു ഓർഡർ വന്നത്. ഇപ്പോൾ അവിടേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അവിടെ അതിനേക്കാൾ കൂടുതൽ അവിടെ ഉണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ പലരോടും ചോദിച്ചപ്പോൾ ഇപ്പോൾ ആവശ്യം ഇല്ല, തൽക്കാലം ആവശ്യമില്ല, ഇനി ആവശ്യം വരും, ആ സമയത്ത് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി എന്നുള്ള ഒരു ഇതാണ് വന്നത്. അങ്ങനെ ഈ ഓണം ലീവിൻ്റെ സമയത്ത് ഞങ്ങൾ ഇന്നലെ ഇരുന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഓണം ലീവിലായിരുന്നു നമ്മൾ പോയി അതിനവിടെ എത്തിച്ചു വരാമെന്ന് പ്രസിഡൻറ്റും മറ്റുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ എല്ലാം ഇരുന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടതാണ്. അതിന് ഏതായാലും ദിവസത്തിനുള്ളിൽ അവിടേക്ക് എത്തിക്കുന്നതായിരിക്കും. വിഷയം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ വയനാട്ടിലേക്ക് അയച്ചില്ലെങ്കിൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് നൽകാമായിരുന്നുവെന്നും ഇത്തരത്തിലുള്ള അനാസ്ഥ ഒരിക്കലും സംഭവിക്കരുതായിരുന്നുവെന്നുമാണ് പലരും പ്രതികരിക്കുന്നത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.